പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നാലും നമ്മൾ പത്രമാറ്റില് നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദുവിന്റെയും അനിയുടെയും വിവാഹം കഴിഞ്ഞ് വന്ന് നിൽക്കുകയും കനക അത് കണ്ട് ഞെട്ടി നിൽക്കുന്നത് വെച്ചാണ് കഴിഞ്ഞ ദിവസം കഥ അവസാനിച്ചത്. പക്ഷെ അതിന് എന്തായിരിക്കും, നന്ദുവിന്റെ അനിയുടെയും വിവാഹം യഥാർത്ഥത്തിൽ നടന്നതാണോ അതോ ഇനി സ്വപ്നമാണോ, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നന്ദുവിന്റെയും അനിയുടെയും വിവാഹം കഴിഞ്ഞ് അവർ വന്ന് നിൽക്കുകയും കനക കഥ തുറക്കുമ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞ രംഗമാണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് കനക പേടിച്ചു പോയി. അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ വിളിക്കുകയും ഗോവിന്ദൻ ഓടി വന്ന് നിൽക്കുമ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഗോവിന്ദൻ ഒരുപാട് സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് പറയുവാണ്, എൻ്റെ 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞ് അവര് അനന്തപുരിയിലോട്ട് വന്ന ആ ഒരു നിമിഷവും ഞങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ദിവസം പോലും സന്തോഷത്തോടെ ഞങ്ങൾക്ക് അവരെ കാണാനായിട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നീയും ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഗോവിന്ദൻ ഒരുപാട് സങ്കടത്തോടെ പറയുകയും അങ്ങനെ അവസാനം അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കനക പറയുന്നുണ്ട്, നീ എന്തായാലും നീ ഇപ്പൊ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നന്ദു കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ എപ്പോ വേണോ കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടത്തായിരിക്കണം നീ കല്യാണം കഴിച്ച് പോവേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. അതുകൊണ്ട് അനി കെട്ടിയ താലി നിനക്കിനി വേണ്ട, അതിന് ഇപ്പൊ തന്നെ പൊട്ടിച്ചെറിഞ്ഞേക്ക് എന്ന് പറഞ്ഞ് കനക പറയുകയും, എന്നാൽ എന്റെ കഴുത്തിൽ കെട്ടിയ താലി എനിക്ക് പൊട്ടിച്ചെറിയാൻ സാധിക്കത്തില്ല, എനിക്കത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നന്ദു നിൽക്കുന്ന ആ ഒരു രംഗമാണ്. പക്ഷെ ഇതെല്ലാം കനകയുടെ സ്വപ്നമായിരുന്നു. ഈ ഒരു സ്വപ്നം കണ്ട് കനക ഞെട്ടി എണീക്കുവാണ്. അങ്ങനെ കനകയുടെ ഞെട്ടൽ കണ്ടിട്ട് നന്ദു എണീച്ച് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറ്റിയേ, എന്താ കാര്യം, എന്താ പറയുന്നൊക്കെ പറയുമ്പോൾ നന്ദുവിനോട് കനക പറയണം, മോളെ വേണ്ട, കാരണം അനി നിനക്ക് പറ്റിയ പയ്യനല്ല, നമുക്ക് ഇനി നീ അനിയെ കല്യാണം കഴിച്ചാലും ഒരുപാട് സങ്കടങ്ങൾ മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ. നയനയും നവ്യ അവിടെ പോയതിന് ശേഷം നിനക്ക് എത്രത്തോളം സങ്കടമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ അവിടെ നമ്മുടെ കനക നന്ദുവിനോട് പറയുന്നുണ്ട്. പക്ഷെ നന്ദു പറഞ്ഞത്, അമ്മ ഇപ്പോഴും ഇത് ആലോചിച്ചുകൊണ്ടാണ് കിടക്കുന്നത്, അമ്മ കിടക്ക്, ഒരു കുഴപ്പവും ഇല്ല, എന്റെ മനസ്സിൽ അനി ഇല്ല അമ്മേ, കാരണം ഇത് ഇപ്പൊ എത്രയൊക്കെ വിചാരിച്ചാലും ഇനി നടക്കത്തില്ല. അനന്തപുരി തറവാട്ടിലുള്ള അവരുടെ ആ ഒരു തന്റെ മൂർത്തി മുത്തശ്ശന്റെ തീരുമാനത്തില് ഒരിക്കലും അനി എതിരെ നിൽക്കത്തില്ല. അപ്പോൾ അനാമികയായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു മുത്തശ്ശൻ. അതുകൊണ്ട് ഇനി അനിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും കാണത്തില്ല. ഞാൻ പിന്നെ എന്തിനാ അമ്മയെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അങ്ങനെയൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു നന്ദുവും കനകയും കിടക്കുന്നുണ്ടെങ്കിൽ കനകയുടെ മനസ്സിൽ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും മാറുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുവാണ്. രാവിലെ തന്നെ എന്തായാലും അനന്തപുരിയിൽ അബി ആ ഒരു നവ്യയെ കുറിച്ചുള്ള ആ ഒരു ചതി, അതായത് നവ്യയും നിർമ്മലും സ്നേഹത്തിലാണ് എന്ന് എല്ലാവരെയും അറിയിച്ച് അവിടെ നിന്ന് നവ്യയെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആദർശ് നടക്കുന്ന വഴിയില് ആദർശ് വരുന്നത് കണ്ടിട്ട് അബി നിർമ്മലിന്റെയും നവ്യയുടെയും കുറച്ച് ഫോട്ടോസ് ഉള്ള ആ ഒരു കുറച്ച് ഫോട്ടോസ് എടുത്ത് വഴിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് വന്ന് കാണുമ്പോൾ ആദർശ് ഇതെടുത്ത് ചോദ്യം ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അബി അത് എടുത്തിട്ടത്. പക്ഷെ ആദർശ് ഫോണിൽ നോക്കിക്കൊണ്ട് പോയത് കൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ശ്രദ്ധിച്ചില്ല. അബി പോയതിന്റെ പിന്നാലെ തന്നെ നവ്യ വരുന്നുണ്ട്. അപ്പോൾ നവ്യ വരുമ്പോഴത്തേക്കും ഈ ഫോട്ടോസ് കണ്ടു. ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്ക് നവ്യക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ നവ്യ ഈ ഫോട്ടോസ് നയനയ്ക്ക് ടെൻഷനായി. അങ്ങനെ നയന ഈ ഫോട്ടോസ് എടുത്തു നവ്യയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവങ്ങൾ നടന്നാലും, ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അവസാനം നയനയാണ് അത് പൊളിക്കുന്നത്. ഇനിയിപ്പോ ഇവള് ഈ ഒരു കാര്യം നവ്യയെ കൊണ്ട് കാണിച്ച് അറിയിച്ച് ഇനി ഇവളെന്ത് ചെയ്യാൻ പോവും, അല്ലെങ്കിൽ ഇവളെന്തൊക്കെയായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് അഭി നിൽക്കുവാണ്. നേരെ തന്നെ നയന ഈ ഫോട്ടോസ് കൊണ്ട് നവ്യയുടെ കയ്യിൽ കാണിച്ചു. എന്നിട്ട് നവ്യ വഴക്ക് പറയുമ്പോഴത്തേക്കും നവ്യ അവസാനം പറയുന്നുണ്ട്, ഈ ഫോട്ടോസിലുള്ളത് ഞാനല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്റെ പിന്നാലെ നടന്നതാണ്, പക്ഷെ ഞാൻ അവന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അവനെ കണ്ടിരുന്നു. എന്നിട്ട് നിർമ്മല പറഞ്ഞ കാര്യങ്ങളൊക്കെ നയനയോട് പറയുകയും എന്റെ ജീവിതം അവൻ തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് തന്റെ ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. എന്തായാലും ഇത് മോർഫ് ചെയ്ത ചിത്രമാണെന്ന് നയനയ്ക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്തായാലും ചേച്ചി പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനിട്ടൊരു 8ന്റെ പണി ഞാൻ കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. എന്തായാലും ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല, ചേച്ചിയുടെ കൂട്ടായിട്ട് ചേച്ചിക്കൊപ്പം ഞാൻ കാണും, ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നയന നവ്യക്ക് ധൈര്യമൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സത്യം ആരോടെങ്കിലും തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്തായാലും മുമ്പ് ഞാൻ എല്ലാം ചെയ്ത് ശരിയാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം എല്ലാം എന്റെ തലയിൽ വന്ന് വീണു. അതുകൊണ്ട് ഇതെന്തായാലും ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് നയനയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നയന നിൽക്കുവാണ്. ഈ സമയത്ത്
നമ്മുടെ നന്ദു പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കനക എവിടെ പോവാ, നീ പുറത്തോട്ടല്ലേ പോകുന്നത്, പോകണ്ട, നീ ഇപ്പൊ പുറത്തോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ നന്ദുവിനെ പറഞ്ഞ് തടയുന്നുണ്ട്. പക്ഷെ നന്ദു ഇല്ല അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ കനക തന്റെ പെടലിക്ക് ഉളുക്ക് വീണെന്നും നീ ഒന്ന് എനിക്ക് കുറച്ച് തൈലം എടുത്ത് തേച്ചതാ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ അവിടെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. ഇത് കേട്ടപ്പോൾ തന്നെ നന്ദുവിന് മനസ്സിലായി അമ്മയ്ക്ക് ഞാൻ പുറത്തു പോകുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്ദു ഈ കാര്യം കനകയോട് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഞാൻ പുറത്തു പോകുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നെ സംശയമാണ്, അതുകൊണ്ടാണ് അമ്മ ഈ പെടലി വേദന എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്ന് നന്ദു കനകയോട് ചോദിക്കുമ്പോൾ കനക പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, എനിക്ക് വേദന ആയതുകൊണ്ടാണ് മോളെ ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നന്ദുവിന് മനസ്സിലായി എന്തായാലും ഞാൻ തൈലമൊക്കെ തേച്ച് തരാം, പക്ഷെ അനിയെ ഞാൻ നീനി തേടി പോകത്തില്ല അമ്മേ എന്ന് നന്ദു കനകയ്ക്ക് ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കനക ശ്രമിക്കുന്നത്. പക്ഷെ ഈ ഒരു നവ്യയുടെ നവ്യെ കുടിക്കുക ആ ഒരു ചതി നിർമ്മലിനെ എങ്ങനെയെങ്കിലും പൊക്കണം, എന്നിട്ട് ഈ ചതിയിൽ നിന്നും ചേച്ചിയെ രക്ഷിക്കണം എന്നും വിചാരിച്ചുകൊണ്ട് തന്നെ നയന ഈ ഒരു സത്യങ്ങൾ ആദർശിനോട് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ആദർശിനെ ഫോട്ടോസ് കാണിച്ചു. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ടെങ്കിലും ആദർശ് പറഞ്ഞത് നവ്യ പഠിച്ച കള്ളിയാണ്, അവളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതാണ് എന്ന് തന്നെ ആദർശ് ഉറപ്പിച്ച് പറയുകയും അത് മാത്രമല്ല നീ ഫോട്ടോസ് അവളുടെ അറിയിക്കേണ്ടവരെ നീ കാണിച്ചോ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. പക്ഷേ അഭിയേയും ജലജ ഇത് കാണിക്കാൻ പറ്റത്തില്ല എന്നും നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവര് നമ്മൾ പറയുന്നതല്ല എടുക്കുന്നത്, അവര് നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ഒരാളോട് ഇത് ചേച്ചി ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എന്ന് തന്നെ നയന പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു, പക്ഷെ ആദർശേട്ടന്റെ ഇഷ്ടം, എന്തായാലും ചേച്ചി ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ തന്നെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നയന പോകുന്നത്. പിന്നെ ഇതിൽ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, ഇതിൽ നവ്യ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആദർശ് നിൽക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അഭിയും നിർമ്മലും കൂടി ചേർന്നിട്ടാണ് നവ്യെ കുടിക്കത്. ഈ ഒരു സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആദർശനും നയനയ്ക്കും സാധിക്കുമോ? നവ്യെ ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്നും രക്ഷിക്കാനായിട്ട് നയനയ്ക്ക് സാധിക്കുമോ? ഇനി അനിയുടെ വിവാഹം ഇനി എന്തായിരിക്കും, വിവാഹത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.